യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ 12ാം സ്ഥലത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്ന ഭാഗമാണ് നമ്മളവിടെ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈശോയുടെ മരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത, ദൈവം നമുക്ക് വേണ്ടി മരിച്ചു, ദൈവം എനിക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടി മരിച്ചു. ഇവിടെ നമ്മൾ പേഴ്സണലായിട്ട് ആ ഒരു കർത്താവിൻ്റെ കുരിശുമരണത്തെ എടുക്കുമ്പോൾ എൻ്റെയും കൂടി രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്. അപ്പോൾ നമുക്ക് ഈശോയുടെ ഒരു പ്രത്യേകമായ സ്നേഹം തോന്നണം. എനിക്ക് വേണ്ടി മരിച്ചൊരു ക്രിസ്തു, എനിക്ക് വേണ്ടി വേദനകൾ അനുഭവിച്ച, ശരീരത്തിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങിയ ക്രിസ്തു. അപ്പോൾ ആ ഈശോയോട് നമുക്ക് ഒത്തിരി സ്നേഹം ഉണ്ടാകണം. ഒന്നാമതായിട്ട് അച്ഛന് പറയാനുള്ള, ഇന്നു മുതൽ ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കുക. കാരണം എനിക്ക് വേണ്ടി മരിച്ചൊരു ക്രിസ്തുവാണ് നമ്മുടെ കർത്താവ്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രണ്ടാമതായിട്ട്, പിതാവായ ദൈവം എന്താണോ ഈ പുത്രനെ ഈശോയെ ഏൽപ്പിച്ചത്, അത് കൃത്യമായിട്ട് ഈശോ നിറവേറ്റുകയാണ്. ഈ കുരിശുമരണത്തിലൂടെയാണ് ഈ ലോകത്തിന് രക്ഷ കൈവന്നത്. അത് സഹനത്തിൻ്റെ വഴിയായിരുന്നു, കുരിശിൻ്റെ വഴിയായിരുന്നു. അതാണ് പിതാവിൻ്റെ ഹിതമെന്നറിഞ്ഞപ്പോൾ ഈശോ അതിനുവേണ്ടി പരിശ്രമിക്കാൻ, അത് നിറവേറ്റാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മൾ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നമ്മൾ ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണോ, നമ്മുടെ സ്വാർത്ഥപരമായ കാര്യങ്ങളാണോ, അതോ ദൈവം എന്താണോ ഈ ലോകത്തിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അതാണോ ഞാൻ നിർവഹിക്കുന്നതെന്ന്, നിറവേറ്റുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാം. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, ഈശോ മരിച്ച സമയം 3 മണി സമയമാണ്. ദൈവകരുണയുടെ സമയമാണ്. ദൈവകരുണ ഈ ലോകത്തിലേക്ക് അണപൊട്ടി ഒഴുകിയ സമയമാണ് 3 മണി സമയം. ദൈവത്തിൻ്റെ കരുണയുടെ സമയമാണത്. വിശുദ്ധ ഫൗസ്തീനയിലൂടെ ഈശോ ഇപ്രകാരം പറഞ്ഞു, ആ കരുണയുടെ സമയത്ത് എൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങളുടെ മേൽ ഞാൻ കരുണയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ കുരിശിൻ്റെ വഴിയിലെ 12ാം സ്ഥലം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇന്നൊരു ഒത്തിരി കരുണയുടെ ജപമാല ചൊല്ലുന്നവരായിരിക്കാം. പക്ഷെ പ്രത്യേക ഒരു നിയോഗം വെച്ച് നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളുടെ മേൽ ഈശോയെ കരുണയായിരിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടെ ഒരു കരുണയുടെ ജപമാല ചൊല്ലി ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട്, നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കുക. രണ്ടാമതായിട്ട്, ഈ ലോകത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താണോ അത് ക്ലേശകരമായിരിക്കുക, സഹനം നിറഞ്ഞ വഴിയൊക്കെ ആയിരിക്കുക, കുരിശിൻ്റെ വഴിക്ക്, എങ്കിൽ തന്നെയും അത് നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുക. അതിനുവേണ്ടി പ്രത്യേകം ഇന്നേ ദിവസം പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട്, ദൈവകരുണയ്ക്ക് വേണ്ടി ഒരു കരുണയുടെ ജപമാല ചൊല്ലി ഇന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പാപങ്ങളുടെ മേൽ ഈശോ കരുണയായിരിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഞങ്ങളെ ശിക്ഷിക്കരുത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.